وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവനായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ. ആരെങ്കിലും അവനെ പങ്കു ചേർക്കുന്നവനായി കണ്ടുമുട്ടിയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. തൗഹീദിന്റെ മഹത്വത്തെയും ശിർക്കിന്റെ ഗൗരവത്തെയും അറിയിക്കുന്ന ഒരു ഹദീസാണ് ഇത്. ശിർക്ക് ചെയ്യാതെ നാളെ റബ്ബിന്റെ മുമ്പിൽ ആര് എത്തിപ്പെട്ടുവോ അവൻക്ക് നാളെ സ്വർഗമുണ്ട്, അവൻ സൗഭാഗ്യവാനാണ് എന്നാണ്. എന്നാൽ ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്ത് റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവന്റെ സങ്കേതം നരകമായിരിക്കുമെന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകളും അനുഗ്രഹങ്ങളും എല്ലാം മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് പ്രാർത്ഥനകളും അതുപോലെ തന്നെ സഹായതേട്ടങ്ങളും പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കളാണ് എന്നിൽ പങ്കു ചേർത്തതെങ്കിൽ താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോവുകയും താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. നാളെ പരലോകത്ത് ശിർക്ക് ചെയ്ത വ്യക്തിയും അല്ലാഹുവും തമ്മിലുള്ള ഒരു സംഭാഷണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയോട് ചോദിക്കുകയാണ്, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ അടുക്കലുള്ളതെല്ലാം എനിക്ക് തരാൻ നീ തയ്യാറുണ്ടോ? കത്തിയെരിയുന്ന, ജ്വലിക്കുന്ന, ഏറെ പ്രയാസമുള്ള ആ നരകത്തീനെ തൊട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ, എന്റെ അടുക്കലുള്ളതെല്ലാം ഞാൻ തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിനേക്കാൾ നിസ്സാരമായ ഒരു കാര്യമായിരുന്നു നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത്. നീ എന്നിൽ ഒന്നിനെയും ശിർക്ക് ചെയ്യാൻ പാടില്ല, എന്നിൽ ഒരു പങ്കുകാരനെയും കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ നീ അത് കൂട്ടാക്കാത്ത ആളാണ്, നീ വിസമ്മതിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ സങ്കേതം ഇന്ന് നരകമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു മേഖലയാണിത്. എത്രയോ ആളുകൾ കൃത്യമായ ദീനിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് നമസ്കാരവും അതുപോലെ തന്നെ സകാത്തും അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ അതിൽ നിന്നെല്ലാം മാറിപ്പോയി വഴിമാറി സഞ്ചരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അത്തരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ അല്ലാഹുവിന്റെ
വിശിഷ്യ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് തൗഹീദിൽ അടിയുറച്ച് മരണം വരെ ജീവിക്കുവാനുള്ള അവസരം എനിക്ക് തരണേ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാവിധ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അവർക്കാണ് നാളെ പരലോകത്ത് വിജയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.